ഒരു ചായ കുടിച്ചാലോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഇൻസ്റ്റയിൽ ഒരു റീല് കണ്ട പഴംപൊരി മസാല. അങ്ങനെ വണ്ടി എടുത്ത് നേരെ വിട്ടു കേട്ടോ. ഇപ്പോൾ ഇതാണല്ലോ പതിവ്, ഇൻസ്റ്റയിലും യൂട്യൂബിലായിട്ട് കാണുന്ന ട്രെൻഡിങ് സ്ഥലത്ത് പോയിട്ട് ചായ കുടിക്കും. ആ ഒരു പ്രതീക്ഷയെ പോയതാണ് കേട്ടോ. നമ്മളെ സ്പോട്ടിലെത്തി കേട്ടോ. കയറി ചെന്നവിടെ നമ്മൾ ആദ്യം ചോദിച്ചത് പഴംപൊരി മസാല ഉണ്ടാകുമായിരുന്നു. പക്ഷേ നമ്മളെ വായിക്കേടെന്ന് പറയട്ടെ, സംഭവം സ്റ്റോക്ക് ഔട്ടായി. പക്ഷേ പുള്ളി ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ പഴംപൊരി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തു. വെറുതെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോൾ അവിടെ വേറെ എന്താ കിട്ടുകയെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നത് നല്ല അടിപൊളി കപ്പ ബിരിയാണി കിട്ടും. അപ്പോൾ അതൊരു പ്ലേറ്റ് അങ്ങോട്ട് ഓർഡർ ചെയ്തു. ഇവന്മാരിത് കപ്പ ബിരിയാണി തിന്നാനുള്ള സ്ഥലം നോക്കി നടക്കുകയാണ് കേട്ടോ. ഈ പാലത്തിൻ്റെ ചുവട്ടിൽ പോയിരുന്നു കപ്പ ബിരിയാണി തിന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ആലോചനയിലാണ് ചെക്കന്മാർ. നമ്മുടെ സാധനം വന്ന കേട്ടോ. ഒരു ഭംഗിക്ക് ഒരു കോഴിമുട്ട കൂടി അങ്ങോട്ട് പറഞ്ഞു. അതും കയറ്റി വെച്ച് നല്ല അടിപൊളിയായിട്ട് മഴയും കൊണ്ട് കപ്പ ബിരിയാണി തിന്നാൻ തുടങ്ങി കേട്ടോ. മസ്റ്റ് ട്രൈ ഐറ്റം ഒന്നും പറയാൻ പറ്റില്ലെങ്കിൽ പക്ഷെ കൊള്ളാം സാധനം, ഇഷ്ടപ്പെട്ടു എന്തായാലും. ഇങ്ങനെ കുറച്ച് ടൈം കൊണ്ട് തന്നെ പാത്രം നമ്മൾ കാലിയാക്കി കേട്ടോ. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. നമ്മൾ അടുത്ത സാധനത്തെ നമ്മുടെ മെയിൻ സാധനം പഴംപൊരി. സാധനം റെഡിയായി കേട്ടോ. അതും പിടിച്ച് നേരെ പാലത്തിൻ്റെ മുകളിലേക്ക് നടന്നു. പാലത്തിൻ്റെ മുകളിലും സൈഡിലും ഒക്കെ നിന്ന് നോക്കിയപ്പോൾ ഒരു ആംബിയൻസ് ഇല്ലയെന്ന് പറഞ്ഞ് നേരെ പാലത്തിൻ്റെ ചുവട്ടിലേക്ക് പോയി കേട്ടോ. ഈ പുഴയുടെ സൈഡിലിരുന്ന് നേരെ അങ്ങോട്ട് തിന്നാൻ ആരംഭിച്ചു. ഈ ഒരു പഴംപൊരി മസാല കോമ്പിനേഷൻ ആ ചേട്ടൻ ഉണ്ടാക്കിയതല്ല കേട്ടോ. റീലെടുക്കാൻ വന്ന ആരോ അവിടുന്ന് കണ്ടപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലെന്ന് പറഞ്ഞ് ട്രൈ ചെയ്തതാണ് കേട്ടോ. മസാല നമ്മൾ ഓവർ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പഴംപൊരി അത് ഉഷാറായിരുന്നു കേട്ടോ. നല്ല ചൂട് പഴംപൊരി, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു സ്ഥലം വരുന്നത് അവിടെ മഞ്ഞപ്പാലത്ത് നിന്ന് വാഗേടേക്ക് പോകുന്ന വഴിക്കുള്ള മരപ്പാലത്തിനടുത്താണ് കേട്ടോ.